ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി ഒരു മുട്ട പറവലാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 5 കോഴിമുട്ട കൊണ്ട് നല്ല ടേസ്റ്റിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പിന്നെ വേറെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആ മുട്ട പറവൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മുട്ട പറവൽ നമുക്ക് ആദ്യമേ തന്നെ ഇതേപോലെ എരിവില്ലാത്ത കുറച്ച് മുളക് വേണം. ആ മുളക് ഒന്ന് വറുത്തെടുക്കണം ആദ്യം. ഇപ്പോൾ ഈ ഒരു 10-12 വറ്റൽമുളകുണ്ട്, നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഇതുപോലെ ആ ചീനിച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഈ മുളക് നമുക്കറിയാമല്ലോ, കാശ്മീരി മുളക് പൊടി. ഇത് എരിവില്ലാത്തതാണ്. അപ്പോൾ ഒരു 12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ എണ്ണയ്ക്കകത്തിട്ട് ചൂടായതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. മുളക് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ കരിഞ്ഞു പോകാതെ നമുക്കത് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു 5 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊരു ബൗളിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് വറുത്തതിന് ശേഷം ആ ഒരല്പം എണ്ണ ഉണ്ട്, ആ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ ഈ കോഴിമുട്ട ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി നമ്മൾ ഈ മുട്ട പറന്ന് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട. സാധാരണ നമ്മൾ തോരനോ അല്ല ചിക്കി എടുക്കത്തില്ലേ, അത്ര ഇതാകണ്ട. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കത് എടുക്കണം. ഇനി ഇതങ്ങ് നിർത്തിയിട്ട് മുട്ട റെഡിയാക്കിയത് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ആദ്യം ഒന്ന് ഇട്ട് കൊടുപ്പിക്കുക. ഇതേപോലെ ചെറിയ ഉള്ളി, ഇത് തീരെ ചെറുതാണ്, ഒരു 10-15 ചെറിയ ഉള്ളിയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി ചെറുതും വലുതായിട്ട്, ഒരു ചെറിയ സവോള. ഇത് ഇത്രയും കൂടെ നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് കറക്കിങ്ങ് എടുക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് അപ്പം വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള ഉള്ളിയും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കല്ലേ, വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുത്ത് ചെറിയ തരിയായിട്ട് നമുക്കത് എടുക്കണം. അപ്പം ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ മുട്ട വറവിനുള്ള അരപ്പെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി അത് സമയം കളയാതെ നമുക്കതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. നമുക്ക് ഈ അടുപ്പ് ഒന്നുകൂടെ കത്തിക്കണം. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഇടുന്ന് ഒഴിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു നുള്ളു പെരുംജീരകം കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ഒരു ശക്കല ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 വറ്റൽമുളക് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കിക്കൊള്ളു. അപ്പോൾ ഈ മുളകെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോളയും ഉള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചോയ ഒന്ന് മാറണം കേട്ടോ. മുളക് വറുത്ത് ചെയ്തിരിക്കുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. അതിൻ്റെ ആ പച്ചച്ചോയ മാറിയ ശേഷം ഒരു നെല്ലിക്ക അടത്തരമുള്ള വാളംപുളി അത് പിഴിഞ്ഞെടുത്താണ്, കുരുവെല്ലാം കളഞ്ഞ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ അരപ്പെടുത്ത പാത്രമാണ്, അതിൻ്റെ അകത്തോട്ട് ഒരല്പം വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പകുതി ഞാൻ ഒഴിക്കുന്നുള്ളൂ.
അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതിലൊരല്പം ഉപ്പിൻ്റെ ഉറവോടുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ. ഇപ്പോൾ നമ്മുടെ ഇതിന് ആവശ്യമുള്ള ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, എരിവിനായിട്ട് ഉള്ള ഒരു ഐറ്റവും ചേർത്തിട്ടില്ല. പിന്നെ ഒരല്പം എരിവിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി, നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ പാകത്തിന് ചേർക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാശ്മീരി മുളകാണ് വറുത്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവ് കുറവായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടിയും ഇട്ട്. പിന്നെ വേറെ ഇട്ട് ഉപ്പ് എരിവൊക്കെ നമ്മുടെ പാകത്തിന് വേണം. ചിലർക്ക് ഇത്തിരി ഒരു കൂടുതൽ വേണ്ടവരുണ്ട്, കുറച്ച് വേണ്ടവരുമാണ്, അല്ലേ? പല രീതിയിലല്ലേ, ഒക്കെ നമ്മുടെ പാകത്തിന് ചെയ്യാമെന്നുള്ള. ഇപ്പം നമ്മളെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും പച്ചച്ചോയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൊണ്ട് ഇത് നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പോ എരിവൊക്കെ പോരാഴിക്കുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ ഗ്രേവിക്കകത്തോട്ട് മുട്ട നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മുട്ട വറവൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഐറ്റം. നമ്മുടെ ഗ്രേവിക്കകത്ത് ആ മുട്ട ഒന്ന് കിടന്ന് ഒരു 2 മിനിറ്റ് ഒന്നെങ്കിലും ഇരിക്കട്ടെ. കാര്യം ഗ്രേവിയിൽ ആ ടേസ്റ്റൊക്കെ ആ മുട്ട ഇരുന്ന് പിടിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് അടുപ്പത്തിരുന്നാൽ മതി. ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ട വറവൽ നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇത് ഒന്നൊന്നര രുചിയായി സാധനത്തിന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടോ അല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വറവാണ് മുട്ട വറവ്. നമ്മൾ ഇത് നിർത്തുകയാണ്. നമ്മളത് ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ മുട്ട വറവിന് ഒരുപാട് ഐറ്റങ്ങളൊന്നും വേണ്ട, നല്ല ടേസ്റ്റ് തന്നെ ഇതേപോലെ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ നമ്മുടെ ഉള്ള സ്റ്റൈലിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇതുപോലെ മുട്ട വറ. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്തു നോക്കും കേട്ടോ. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെൽ ബട്ടൺ ഇല്ല, അതുകൊണ്ട് അമർത്തണം. മറന്നുപോലെ വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബായ്.